അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെയുണ്ട്. അതിന്റെ തെളിവായി ഇപ്പൊ കണ്ടത്. നീ ഒരുപാട് സൂക്ഷിക്കണം മോളെ. ചെകുത്താന്മാരാ. അവര് തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും. ഐ ആം സോറി സാറാ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അറസ്റ്റോ? വാട്ട് യു മീൻ? അറസ്റ്റിന്റെ കാര്യം സാറാ മാഡത്തിന് മനസ്സിലായില്ല അല്ലേ? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആറ്റോശ്ശേരി സദ്യയില് വിഷം കലർത്തിയതിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്തിട്ട് അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. ഓ, മുമ്പേ ഞാൻ കേട്ടിരുന്നു രാധികയ്ക്കും വരുണിനും ACP സാറ് കളിക്കൂട്ടുകാരനാണെന്ന്. ഇവരുടെ മാനം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നിയപ്പോ സാർ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണല്ലേ? അല്ല സാറേ, ഇവരുടെ ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർത്തിയത് ഞാനാണ് ചെയ്തതെന്നോ ഞാനാണ് ചെയ്യിച്ചതിനെന്നോ എന്തെങ്കിലും ഒരു തെളിവ് സാറിന്റെ കയ്യിലുണ്ടോ? പറയണം സർ. സാറയ്ക്കെതിരെ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് വന്നേ. വരൂ. എന്റെ മുൻപിലെത്തിയ തെളിവുകൾ ഏതാണെന്ന് ഏകദേശ രൂപം കിട്ടിയോ സാറയ്ക്ക്? അറസ്റ്റ് നടപടികൾ തീരുന്നതുവരെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ അവകാശമില്ല. നിങ്ങൾ പറയ്, എന്താ സംഭവിച്ചത്? സാറേ, ഞങ്ങൾ ഈ സാറാ മേഡത്തിന്റെ അകന്നൊരു ബന്ധുവാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കൂടിക്കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. മോന്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ് ഇവരിവിടെ വരികയായിരുന്നു സാറേ. ഇവിടുത്തെ എല്ലാ ചെലവുകളും നോക്കിക്കോളാന്നും ഭക്ഷണത്തിന്റെ ചെലവ് നോക്കാമെന്നും ഇവരങ്ങ് തീരുമാനിക്കുകയായിരുന്നു സാറേ. ഞങ്ങള് പാവപ്പെട്ടവരല്ലേ സാറേ? മോന്റെ പിറന്നാൾ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ഞങ്ങള് വീണു പോവാതിരിക്കോ? ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർത്തിയത് ഞാന്. എന്റെ കയ്യിൽ വിഷക്കുപ്പി തന്നതും എന്നെ കൊണ്ടത് ചെയ്യിച്ചതും ഈ നിൽക്കുന്ന സാറയാ. മിസ്റ്റർ ചന്ദ്രശേഖരൻ, ഇനി കൂടുതൽ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? എന്താ സാറാ, എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഇത് മതിയായ കാരണമല്ലേ? ദിസ് ഈസ് ചീറ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സ് ഉപയോഗിച്ച് ഇവളെ കൊണ്ട് ഇതൊക്കെ കൃത്യമായി പറയിപ്പിക്കുന്നതാ. കുറ്റവാളിയായ ഒരാൾ ന്യായം പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യം. കൂടുതൽ അഭ്യാസം ഇവിടെ കിടന്ന് കാണിച്ചാൽ നിന്റെ ഈ രൂപവും ഭാവവും ഒക്കെ ചവിട്ടി അരച്ച് കോലം തന്നെ മാറ്റിക്കളയും കേട്ടോടി. സാറയുടെ കേട്ടേക്കറായ ചന്ദ്രശേഖരൻ കൂടെ ഞങ്ങളെ കൂടെ ഇങ്ങി പോന്നേക്ക്.
രാധികേ, ഇപ്പൊ നീ ജയിച്ചു. പക്ഷേ ഞാൻ തിരിച്ചു വരും. നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ യുദ്ധം അങ്ങനെ ആരംഭിക്കാൻ പോകുന്നത്. കുറ്റം ചെയ്ത് ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോഴും നീ ശൗര്യം കാണിക്കുന്നോ? കൊണ്ടുപോ സാറേ ഇവളെ. പിടിച്ച് കേറ്റ്. വാ ഇങ്ങോട്ട്. വരാൻ. ഞാൻ അല്ല നന്ദിയുണ്ട് സർ, ഞങ്ങൾ പൊക്കോട്ടെ. വരുൺ, ഇത്തവണ നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. പ്രതികൾ എല്ലാവരും അറസ്റ്റിലാവും. നിങ്ങൾ കാണിച്ചത് നല്ലൊരു മാതൃകയാണ്. തെറ്റ് സംഭവിച്ചാൽ അത് തിരിച്ചറിയാനും പ്രായച്ചിത്തം ചെയ്യാനും കഴിവുണ്ടാകുമ്പോഴാണ് ഒരാൾ വളരുന്നത്. ഓക്കെ? ഓക്കെ വരുൺ. ഓക്കെ രാധിക, ഇറങ്ങട്ടെ. ഓക്കെ ചേച്ചി വരൂ. മോളെ, തോറ്റുപോയിട്ടില്ല അച്ഛ. അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെയുണ്ട്. അതിന്റെ തെളിവായി ഇപ്പൊ കണ്ടത്. നീ ഒരുപാട് സൂക്ഷിക്കണം മോളെ. ചെകുത്താന്മാരാ. അവര് തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും.